ഭാഗങ്ങൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾക്കകം മറ്റ് രണ്ട് സൈഡും ഇടിഞ്ഞ് താഴെയുള്ള സാധ്യത കൂടുതലാണ്. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന കൊട്ടിയം മൈലക്കാട് ഭാഗത്താണ് ഈ അപകടമുണ്ടായത്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ആ മുകൾ ഭാഗത്ത് മണ്ണിടിഞ്ഞ് താഴ്ന്നു. ആ ഭാഗത്ത് ആകെ തന്നെ ഉണ്ടായിരുന്ന സൈഡ് വാൾ ഒരു ഭാഗത്തേക്ക് ചരിയുകയാണ് ഉണ്ടായത്. അതിന്റെ ഒരു ആഘാതത്തിൽ അതിന്റെ തൊട്ടു താഴെ ഉണ്ടായിരുന്ന ആ സർവീസ് റോഡ് പൂർണ്ണമായിട്ടും വിണ്ട് കീറുകയായിരുന്നു. അതുവഴി വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സമയം കൂടിയാണ്. ഈ വാഹനങ്ങൾ, അതായത് അതിന്റെ ഏറ്റവും പുറകിൽ നമുക്കൊരു സ്കൂൾ ബസ് കാണാം. അതിന് തൊട്ടു മുന്നിലായി ഒരു 3 കാറുകൾ, അതെല്ലാം തന്നെ ഈ വിണ്ട് കീറിയ റോഡിന്റെ ഭാഗത്ത് ഏകദേശം ചരിഞ്ഞ് വീണ് കിടക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ വലിയ അപകടമൊന്നും സംഭവിച്ചില്ല എന്നതാണ് അതിലൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്തായാലും വലിയ പ്രതിഷേധം ഇതിനോട് ആയി ബന്ധപ്പെട്ട് ഇവിടെ ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഈ പ്രദേശവാസികളും ഒക്കെ ഉയർത്തുന്നുണ്ട്. കാരണം അവർ നിരന്തരം പറഞ്ഞതാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വീഴ്ചകളുണ്ട്. ഈ മണ്ണ് ഇടുന്നതും അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണം നടക്കുന്നതും ഇതിന്റെ ഒരു കൃത്യതയും ഇതിന്റെ സുരക്ഷയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അതൊക്കെ കൊണ്ടാണ് നാട്ടുകാർ നിരന്തരം ഈ ശിവാലയ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഇതിന്റെ ഒരു കരാർ കമ്പനിക്കെതിരെ പ്രതിഷേധം ഉന്നയിക്കുന്നത്. അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ശരിയായ വിധമല്ല എന്ന പരാതി അവർ ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഈ നാട്ടുകാരൊക്കെ ഉയർത്തുന്നുണ്ട്. വണ്ടി വന്നോണ്ടിരുന്നപ്പോഴേ വണ്ടി ഭയങ്കരമായിട്ട് കുലുങ്ങി. വണ്ടി കുലുങ്ങിയപ്പോ ഞാൻ വിചാരിച്ച് വണ്ടിക്ക് എന്തോ പറ്റുവാണെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് വണ്ടി സ്ലോ ചെയ്തപ്പോഴത്തേക്ക് വണ്ടി ഒരു വശം കൊണ്ട് പൊങ്ങാൻ തുടങ്ങി. അപ്പൊ എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലായി. അപ്പം വണ്ടി പെട്ടെന്ന് ഓഫ് ചെയ്ത് ഇറങ്ങി ഓടി. 32 കുട്ടികളായിരുന്നു ആ സ്കൂൾ ബസ്സിലുണ്ടായിരുന്നത്. ആ ഡ്രൈവറുടെയും ആയയുടെയും സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് കുട്ടികൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ. ഈ 32 കുട്ടികൾക്ക് എന്തെങ്കിലും ബസ്സിന് മുകളിലൂടെ മണ്ണിടിഞ്ഞു വീണായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കായൽ മണ്ണ് കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്ത് ഈ ചെറിയ പാളിയിൽ 24 അടി ഹൈറ്റിലുള്ള വർക്കുകൾ നടത്തി ഈ റോളറെല്ലാം ഓടുമ്പോഴത്തേക്ക് കീഴിൽ കൂടെ പോകുന്ന താഴെ കൂടെ പോകുന്ന വാഹനങ്ങളുടെ എന്ത് സേഫ്റ്റിയാണുള്ളത്? വൻ അഴിമതിയാണ് ഇതിനകത്ത് നടക്കുന്നത്. NHAയുടെ ഈ പണിയിൽ വൻ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ഒരു പഠനവുമില്ലാതെ ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്നു, ആക്ഷേപങ്ങൾ ഉയരുന്നു, പരാതികൾ ഉയരുന്നു, കളക്ടർ ഒരു യോഗം വിളിക്കുന്നു, അതിനപ്പുറം ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായ അവസ്ഥയാണ്. ഏറ്റവും പുറകിലായിട്ടൊരു സ്കൂൾ ബസ്, അതിൽ നിറയെ സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ സൈഡ് വാള് ഈ ഭാഗത്തേക്ക് ചരിഞ്ഞിരുന്നെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിൽ കലാശിക്കുമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ആശ്വാസകരം അങ്ങനെ സംഭവിച്ചില്ല എന്ന് തന്നെയാണ്. ഈ കാറുകളിലൊക്കെ ഉണ്ടായിരുന്നവരും പരിക്കുകളില്ലാതെ തന്നെ രക്ഷപ്പെട്ടു. പക്ഷേ അത് വാഹനങ്ങളൊന്നും ഇപ്പോഴും അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ കാണുന്നത് പോലെ ആ വിണ്ടുകീറിയ ഭാഗത്ത് ആ വാഹനങ്ങൾ താഴ്ന്നിരിക്കുകയാണ്. ഏറ്റവും പുറകിൽ ക്രെയിൻ ഉണ്ട്. ക്രെയിൻ എത്തിച്ച് ഈ വാഹനങ്ങൾ ഇവിടെ നിന്നും മാറ്റാനായിട്ടുള്ളൊരു ശ്രമമൊക്കെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും ഇനി കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ഇനി ഉത്തരം ലഭിക്കേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനൊരു വീഴ്ച സംഭവിച്ചു എന്നത് തന്നെയാണ്. അത് കൃത്യമായിട്ടുള്ള പരിശോധന വേണം, അന്വേഷണം വേണം, അതിലൊരു ഉത്തരവും വേണം.